പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പ്രിയപ്പെട്ടവരെ, മംഗളവാർത്ത ധ്യാന ടീമിൻ്റെ വചന അഭിഷേക ധ്യാനത്തിൻ്റെ 19ാം ദിവസത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ കേട്ടത് ഈശോ ചെയ്ത സൗഖ്യങ്ങളാണ്. ഇന്നും നാളെയും അത് തന്നെയാണ്, അതുപോലത്തെ ക്ലാസ്സുകളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. ഈശോ നല്ലൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു കാർഡിയോളജിസ്റ്റാണ്, അതുപോലെ തന്നെ ജനറൽ ഫിസീഷ്യനാണ്. മൂന്നാമത് പറയാണ് ഈശോ നല്ലൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റാണ്. ദൈവത്തിന് കുഷ്ഠരോഗികൾ ഇഷ്ടംപോലെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ഈശോ മത്തായിയുടെ സുവിശേഷത്തിലെ അധ്യായം 8 വാക്യങ്ങൾ 2 മുതൽ, അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വീണ് വണങ്ങി പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഈശോ കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം അവന് ശുദ്ധി വന്നു. അവന്റെ ശാരീരിക കുഷ്ഠരോഗം മാറുവാൻ കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുപോലെ 10 കുഷ്ഠരോഗികളെ ഈശോ സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഈശോ നടന്നു പോകുമ്പോൾ വളരെ ദൂരെ നിന്ന് പറയാണ്, ദാവീദിന്റെ പുത്ര യേശുവേ, ഞങ്ങൾക്ക് സൗഖ്യം തരണമെന്ന്. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, നിന്റെ അടുത്തേക്ക് വരാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ ഞങ്ങളുടെ കുഷ്ഠരോഗം 10 പേരുണ്ട്. ആ 10 പേരിൽ ഒരാൾ വിജാതീയനാണ്, ബാക്കി 9 പേരും യഹൂദ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പൊ അന്നത്തെ കാലത്ത് കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തും. അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാനായിട്ട് ഒരു സെന്റർ എവിടെയെങ്കിലുമൊക്കെ സംഘടിപ്പിക്കും. അപ്പൊ ഈശോ നടന്നു പോകുമ്പോ ഇവര് 10 പേര് ഉറക്കെ വിളിച്ച് പറയാണ്, ഞങ്ങളെ സുഖപ്പെടുത്തണം. അവര് കേട്ടിട്ടുണ്ടാവും, ഇങ്ങനെ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കാൻ അവനിൽ ശക്തിയുണ്ടെന്നുള്ള കാര്യം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈശോ അവരെ സൗഖ്യപ്പെടുത്തി. എന്നിട്ട് പറയണ്ടേ, പോയി പുരോഹിതന്മാരെ കാണിക്കുക. എന്നിട്ട് സൗഖ്യം കിട്ടിയതിന്റെ പരിഹാര പ്രവൃത്തികൾ ചെയ്യാൻ പറയുന്നുണ്ട്. ഇവിടെ ആ 10 പേര് നടന്ന് തിരിച്ചു പോകുമ്പോൾ, പുരോഹിതനെ കാണിക്കാൻ പോകുമ്പോൾ ശരീരത്തിലെ രോഗം പൂർണ്ണമായും സുഖം പ്രാപിക്കുകയാണ്. അതിലൊരു വിജാതീയൻ, അതും സമരിയക്കാരൻ. ഞാൻ പലപ്പോഴും ഈ ബൈബിൾ വായിക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, പുതിയ നിയമം, ഈ സമരിയക്കാരോട് കർത്താവ് ഒരു ഭയങ്കര സ്നേഹമാണ്. അതില് സമരിയക്കാരി എന്ന് പറയുന്ന ഒരു മകളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ നല്ല സമരിയക്കാരൻ്റെ ഒരു സംഭവം പറയുന്നുണ്ട്. ഇവിടെയൊക്കെ സമരിയക്കാരോട് ഇപ്പൊ ഇത് പറയാണ്, അതിലൊരുവൻ സമരിയക്കാരനായിരുന്നു, കുഷ്ഠരോഗികൾ ഒരാൾ. അവനാണ് ഈശോയുടെ അടുക്കൽ വന്ന് താണു വീണ് കുമ്പിട്ട് നന്ദി പറയാൻ വന്നത്. അപ്പൊ ഈശോ ചോദിക്കുന്നുണ്ട്, 10 പേരല്ലേ ഞാൻ സുഖപ്പെടുത്തിയത്, ബാക്കി 9 പേരെ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഈ വിജാതിയൻ മാത്രമേ ദൈവത്തിന് നന്ദി പറയാൻ വന്നുള്ളൂ. അപ്പൊ സമരിയക്കാരോട് എന്താ ഈശോയ്ക്ക് ഒരു പ്രത്യേക ഒരു സ്നേഹം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 3-4 സ്ഥലത്ത് എൻ്റെ അറിവില് ഇപ്പോൾ സമരിയക്കാരി എന്ന സ്ത്രീ, അതുപോലെ നല്ല സമരിയക്കാരൻ്റെ കഥയിലൂടെ ഇപ്പൊ ഈ കുഷ്ഠരോഗിയായ സമരിയക്കാരനൊക്കെ എടുത്ത് കർത്താവ് പറയുന്നുണ്ട്. ഇവിടെ എൻ്റെ അനുഭവത്തിൽ നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന്, നമ്മുടെ സഭയുടെ ഒരു ആശുപത്രിയിൽ നിന്ന് എന്നെ ഒരു സഹോദരി വിളിക്കുകയാണ്, ജോസ് ബ്രദർ, എൻ്റെ മകന് സ്കിന്നിൻ്റെ തകരാറായിട്ട് 6 മാസമായി ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ കുട്ടികളുടെ വാർഡിൽ കിടക്കുന്നു. മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഒരു ടീമിൽ പെട്ട ഒരാളുടെ ബന്ധു കൂടിയാണ് ആ മകളും മകളുടെ കുഞ്ഞും. അപ്പോൾ ആളും എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ 2 പേരും വിളിച്ചെന്നു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ വാർഡിലുള്ള കുട്ടികളുടെ വാർഡിലുള്ള അമ്മമാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്ന് ഈ ബെഡിലെത്തിയപ്പോൾ, കുട്ടികളുടെ ചെറിയ കട്ടിലാണ്, അതിൽ ചെന്നപ്പോൾ ഇതൊരു മനുഷ്യക്കുഞ്ഞാണെന്ന് എനിക്ക് തോന്നാൻ പറ്റണില്ല. ഈ ശിരസ് മുതൽ പാദങ്ങൾ വരെ, കാലിൻ്റെ അടി വരെ നിറയെ പൊറ്റ കെട്ടിയിരിക്കുകയാണ്. പണ്ട് ചെരങ്ങും ചൊരങ്ങി ഉണ്ടാകുമ്പോൾ അത് പൊറ്റ കെട്ടും. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ രൂപമില്ല. അപ്പം ഞാൻ ഈ കൊച്ചിനൊന്ന് തൊട്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചലം നിറഞ്ഞു നിൽക്കുക. ഈ പൊറ്റയുടെ ഉള്ളിൽ ഫുള്ള് ചലാണ്. അതിന് തൊടുമ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ഒരു തുണി ഒന്ന് തുടച്ചു. ഞാൻ ചോദിച്ചു, മോളെ ഈ കുഞ്ഞ് എത്രാമത്തെ കുഞ്ഞാന്ന് ചോദിച്ചു.
അവളവിടെ പറഞ്ഞു 3-ാമത്തെയാന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിച്ചൊരു കാര്യമാണ്, ഇത് 4-ാമത്തെ കുഞ്ഞാണല്ലോ. അപ്പോൾ അവൾ ആ ശരിയാ, ഇതെൻ്റെ മൂത്തേനെ ഞാൻ കളഞ്ഞു എന്നുള്ളത്, അബോർട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അത് നീ കുമ്പസാരത്തിലേറ്റു, ഇതൊക്കെ കുമ്പസാരിക്കേണ്ട കാര്യമാണ്, ഇതൊക്കെ എല്ലാവരും ചെയ്യണതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ കുമ്പസാരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇത് സുഖപ്പെടുത്താനുള്ള കഴിവൊന്നുമില്ല കേട്ടാ, പക്ഷെ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് എനിക്കറിയാം. ഞാൻ അവളോട് പറഞ്ഞു, നിന്റെ കുഞ്ഞിനെയും കൂട്ടിയിട്ട് എൻ്റെ ഒരു ധ്യാനം ഒല്ലൂരുണ്ട്, അവിടെ വന്നിട്ട് ധ്യാനം കൂടാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ചേട്ടപ്പം ഇവിടെ ഇല്ല, ചേട്ടൻ വന്നിട്ട് പറയട്ടെ, ഡോക്ടർ വന്നിട്ട് പറയണം. നീ പറഞ്ഞോ, ഡോക്ടറോട് പറഞ്ഞാൽ ഡോക്ടർ തീർച്ചയായിട്ടും അനുവദിക്കുന്നു പറഞ്ഞു. കാരണം 6 മാസമായിട്ട് അയാളുടെ ട്രീറ്റ്മെൻറ്റിൽ വന്നിട്ട് ഈ കുട്ടിക്ക് ഒരു കുറവുമില്ല. ജനിച്ച അന്ന് തുടങ്ങിയതാണ് ഈ പൊറ്റ കെട്ടിയിട്ട് ഉള്ളിലൊക്കെ പഴുപ്പ് നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ പോന്നു. ഭയങ്കര സ്മെല്ലുണ്ടായിരുന്നു. അങ്ങനെ ധ്യാനത്തിന് അവർ 2 ദിവസം കഴിഞ്ഞപ്പോൾ ധ്യാനത്തിന് അവർ വന്നിരിക്കുക. ഏറ്റവും അവസാനം ഏറ്റവും ലാസ്റ്റില് ടർക്കി ടവലിൽ പോയിട്ട് ഈ കൊച്ചിനെ കൊണ്ട് അപ്പനും അമ്മയും ഉണ്ട്. അപ്പൻ തമിഴനാണ്, അമ്മ മലയാളിയാണ്. അങ്ങനെ അവർക്ക് ധ്യാനത്തിൽ പങ്കെടുത്ത് പോയി വരികയാണ്. അപ്പോൾ ഈ മകളുടെ വീട്, ഈ കുട്ടിയുടെ അമ്മയുടെ വീട് തൃശ്ശൂരാണ്. അങ്ങനെ അമ്മ വീട്ടിൽ പോയിട്ട് അവർ വരുന്നു, ഡോക്ടർ അനുവാദം തന്നു. അങ്ങനെ അവർ 5 ദിവസം വരികയാണ്. അപ്പോൾ അതിൽ കുമ്പസാരം കഴിഞ്ഞു, കൗൺസിലിംഗ് കഴിഞ്ഞു, അങ്ങനെ ഒത്തിരി ശുശ്രൂഷകളിലൊക്കെ അവർ പങ്കെടുത്തു. ക്ഷമയുടെ ക്ലാസ് കേട്ടു. അപ്പോൾ അപ്പനും ആ മകനും തമ്മിൽ കുറച്ച് വിഷമങ്ങളുണ്ട്. അപ്പോൾ അവനോടൊക്കെ പറഞ്ഞു കൊടുത്തു, ഫോൺ ചെയ്ത് ക്ഷമയൊക്കെ ചോദിച്ചു. അങ്ങനെ 5-ാമത്തെ ദിവസം വരെ കാണാനില്ല. അപ്പോൾ ഞാൻ കരുതി, ഏറ്റവും പുറകിലായിരിക്കുന്നതേ, ഞാൻ കരുതി എന്തായാലും കുമ്പസാരിച്ചല്ലോ 2 പേരും, ക്ഷമ ചോദിക്കലും കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ വരാൻ പറ്റിയിട്ടുണ്ടാവില്ലേ, കുട്ടിക്ക് അസുഖം കൂടെ കുറേ നമുക്കറിയില്ല. അങ്ങനെ ഒരു 11 മണി ആയപ്പോൾ ഇവർ ഒരു ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങിയിട്ട് കയറി വരുന്നു ധ്യാന ഹാളിലേക്ക്. അപ്പോൾ ഈ കൊച്ചിനെ പിടിച്ചിട്ടുണ്ട്. അവർ നേരെ നടുക്കിലെ വഴിയിലൂടെ എൻ്റെ അടുത്തേക്ക് വരികയാണ്, ക്ലാസ് എടുക്കുന്ന എൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ചോദിച്ചു, എന്തേ എന്ന് ചോദിച്ചു. ബ്രദറെ, എൻ്റെ മോനൊന്ന് നോക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് കുഴപ്പം? ആ ടർക്കി ടവല് മാറ്റിയിട്ട് ഈ കൊച്ചിനെ അങ്ങനെ എടുത്ത് പൊന്തിക്കുകയാണ്. പൊന്തിച്ചപ്പോൾ അന്നൊരു 140ഓളം പേര് ധ്യാനം കൂടുന്നുണ്ട്. അവരെ മുമ്പിൽ ഈ കുട്ടീനെ ഉയർത്തി കാണിച്ചിട്ട് പറയണം, ഈ പൊറ്റ കംപ്ലീറ്റ് 4-ാം ദിവസം രാത്രി അടർന്നു പോയി. എന്നിട്ട് റോസ് കളറാണ്. പൊറ്റ പോയി കഴിഞ്ഞാൽ അവിടെ ആ തൊലിക്ക് ഒരു റോസ് കളർ വരും. റോസ് കളറിലുള്ള ഒരു കുഞ്ഞിനെയാണ് ജനത്തിന്റെ മുമ്പിൽ ഈ സഹോദരി എടുത്തുയർത്തിയത്. ഹല്ലേലൂയ, യേശുവേ നന്ദി, പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല. കുഞ്ഞിന്റെ മാതാപിതാക്കന്മാരെ അപ്പനുമായിട്ട് പ്രയാസം, പല വ്യക്തികളുമായിട്ട് ക്ഷമിക്കാനുണ്ട്, പാപങ്ങൾ ഒത്തിരി ഉണ്ട്. ഈ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് കുമ്പസാരിക്കുകയും വ്യക്തികളോട് ക്ഷമിക്കുകയും ചെയ്തപ്പോൾ കുട്ടിയല്ല, അതിന് ജന്മം കൊടുത്ത മാതാപിതാക്കന്മാരെ ക്ഷമിച്ചു. അബോർട്ട് ചെയ്ത കാര്യം കുമ്പസാരത്തിൽ ഏറ്റു പറയാൻ പറഞ്ഞു. അപ്പൊ അതൊക്കെ ശരിക്കും ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ഈശോ ഈ കുഞ്ഞിന്റെ 6 മാസമായിട്ട് ഒരു പുരോഗതി ഇല്ലാത്ത കുഞ്ഞിനെ പരിപൂർണ സൗഖ്യം കൊടുക്കാൻ കർത്താവ് തയ്യാറായി. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈശോ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. സുവിശേഷത്തില് അനേക രോഗികളെ സൗഖ്യപ്പെടുത്തിയതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കർത്താവ് ഇന്നും സുവിശേഷം പ്രഘോഷിക്കുന്നിടത്ത് അത്ഭുതകരമായ രോഗശാന്തി കർത്താവ് നൽകുന്നുണ്ട്. ഇപ്പോ ഞങ്ങൾ ധ്യാനം നടത്തുന്ന പഴയന്നൂര്, അവിടെ ഒരിക്കല് ഞാൻ വർഷങ്ങളായി അവിടെ ധ്യാനം നടത്താൻ തുടങ്ങിയിട്ട്. പഴയന്നൂര് എൻ്റെ ഒരു ബന്ധു, ഭാര്യയുടെ ഒരു ബന്ധുവാണ്. അവളുടെ ഭർത്താവ്, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് അധികം വൈകാതെ ആ മകളുടെയും കല്യാണം കഴിഞ്ഞു. ഒരു ഗൾഫുകാരനാണ് കല്യാണം കഴിച്ചത്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ മൂത്ത അളിയൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടും പെരുന്നാൾക്ക്. അന്ന് ഇവരൊക്കെ വരും. അങ്ങനെ ഇവരോട് സംസാരിക്കാൻ പറയും, നിങ്ങളൊരു ധ്യാനത്തിന് ഇരിക്കുക, കൊച്ചുങ്ങളൊക്കെ തരും. കൊച്ചുങ്ങളില്ല. അപ്പോൾ തിരക്കാണ് അവർക്ക്, ലീവ് കഴിയാറായി, അർജന്റ് ഉണ്ട്, കുറെ പണികൾ ചെയ്യാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവായി പോകും. ഞാൻ കണ്ടുമുട്ടുമ്പോഴൊക്കെ അവരോട് ധ്യാനത്തിന് ഇരിക്കാൻ പറയും. പക്ഷെ അവർക്ക് ഒഴിവില്ല. അവസാനം ഇയാൾ ഗൾഫിലത്തെ ജോലി മതിയാക്കിയിട്ട് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഹൈ ഷുഗറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നാട്ടിൽ ഒരു ദിവസം ബാത്റൂമിൽ വീണു ആൾ.
വീണിപ്പോൾ തലയിടിച്ചിട്ട് വീണത്. നേരെ ജൂബിലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കുറേ നാൾ 1-2 മാസം കിടന്നു. അപ്പോൾ ഭാര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ, ജോസേട്ടാ, നമ്മുടെ ആളൊന്നും വീണു, ഇപ്പോൾ ഒരു സൈഡ് കോടിപ്പോയി, ഈ സൈഡ് തളർന്നു, ഒന്ന് വന്ന് പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരണ്ടേ. 2 ദിവസം കഴിഞ്ഞപ്പോൾ പേര് വെട്ടി കൊണ്ടുപോകണം പറഞ്ഞു. ഇനി ഇവിടെ കിടത്തിയിട്ട് കാര്യമില്ല. അപ്പം ഞാൻ അവരെ വീട്ടിൽ ചെന്നു. കുറച്ച് ദൂരമുണ്ട്. അവിടെ ചെന്നപ്പോൾ ഇയാൾ കട്ടിലുമൊക്കെ എടുക്കുകയാണ്. ഈ ചിറി ഇങ്ങനെ കോടിയിട്ടുണ്ട്, ഈ സൈഡൊക്കെ തളർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം നോക്കി നിന്നിട്ട് ഞാൻ ചോദിച്ചേ, നമുക്കൊരു ധ്യാനം കൂടിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ആള് പറയാൻ എന്നോട്, ഞാൻ എങ്ങനെ കൂടാനോ, എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല. അയാളുടെ രീതിയിൽ പറഞ്ഞ് ഞാൻ കാണിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട, ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ 6 ആള് പിടിച്ചിട്ടാണ് ഡെഡ് ബോഡി നമ്മൾ കാറിൽ കയറ്റി കൊണ്ടുപോയില്ലേ, ആംബുലൻസിൽ 6 ആള് പിടിച്ചിട്ട് അവരെ ബന്ധുക്കാരെ ഒരു കാറിൽ കയറ്റിയിട്ട് ഞങ്ങൾ പഴയനൂർക്ക് എത്തി. അവിടെ വന്നപ്പോൾ അതുപോലെ തന്നെ 5-6 ആൾക്കാർ ചേർന്നിട്ട് 2 കസേര ഒരുമിച്ച് വെച്ചിട്ട് അതിൽ ഇരുത്തിയിട്ട് നേരെ ധ്യാന ഹാളിലുള്ള കട്ടിൽ കൊണ്ടേക്ക് എടുത്തി. ഇയാൾ ഭക്ഷണം കഴിക്കണില്ല, ആൾക്ക് സംസാരിക്കാൻ വയ്യ, ആരോഗ്യമില്ല, ഷുഗർ ആണെങ്കിൽ കൂടുതലാണ്, ഭാര്യയുണ്ട് കൂടെ. അങ്ങനെ ഞങ്ങൾ ധ്യാനം ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ദിവസമായപ്പോൾ എനിക്ക് തോന്നി ഇയാൾക്ക് അല്പം പൊടിയരിക്കഞ്ഞി വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കൊടുക്കാനായിട്ട് ഒരു പ്രചോദനം കിട്ടി. അങ്ങനെ ഞങ്ങൾ പൊടിയരി ഒന്നും അവിടെ ധ്യാനത്തിലുണ്ടാവില്ല, ഞങ്ങൾ പേടിപ്പിച്ച് പൊടിയരി കഞ്ഞി വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഇത് കോരി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ കുറേശ്ശെ കഴിക്കാൻ തുടങ്ങി. 2-ാമത്തെ ദിവസം പകലും വൈകിട്ടും ഉള്ള ഭക്ഷണത്തിൽ കുറേശ്ശെ പൊടിയരി കഞ്ഞി കഴിക്കാൻ തുടങ്ങി. 3-ാമത്തെ ദിവസം കുമ്പസാരം കിടക്കുന്ന ചേട്ടൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് കുമ്പസാരം നടത്തി, കൗൺസിലിംഗ് നടത്തി. അപ്പോൾ ആ 2 ശുശ്രൂഷകളും അതിൽ കിടക്കുന്ന കട്ടിൽ ധ്യാന ഹോളിൽ കിടക്കണം കേട്ടോ, റൂമിലേക്ക് പോകാൻ പറ്റില്ല, ഭാര്യ അവിടെ തന്നെ കിടക്കണം. 5-ാമത്തെ ദിവസം ആരാധന സമയത്ത് ഈ ചേട്ടൻ അവിടെ ചാടി എഴുന്നേൽക്കുക. ഭയങ്കര സന്തോഷം. ആള് കൈയടിച്ച് പാടുന്ന ആൾക്കാരുടെ കൂടെ കയ്യടിയും പാട്ടും കാര്യവും ആകെ ഓടി നടന്ന് ഭയങ്കര ദൈവത്തെ സ്തുതിപ്പാണ്. ഈ ഇത്രയും മാസങ്ങളായിട്ട് ആള് തളർന്ന് ചിരിയൊക്കെ കോടി കിടക്കുന്ന ആളാണ്. അങ്ങനെ ആരാധന സമയത്ത് ആള് ചാടി എണീറ്റു. അങ്ങനെ അന്നത്തെ ധ്യാനം സമാപിച്ചു. അപ്പൊ ഞാൻ ആള് ചോദിച്ചേ, കാറ് വിളിച്ചു തരട്ടെ? അപ്പൊ ആള് പറയും, എന്തിന്, എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഞാൻ ബസ്സിൽ പോയിക്കൊണ്ടെന്ന്. ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്ന ആളെ കർത്താവ് തന്റെ വചനം അയച്ച് സൗഖ്യപ്പെടുത്തി, പാപങ്ങൾ ക്ഷമിച്ച്, അവന്റെ തളർച്ച മാറ്റി, ആരോഗ്യത്തോടു കൂടിയാണ് കർത്താവ് അവനെ തിരിച്ചയച്ചത്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇതുപോലെ മത്തായിയുടെ സുവിശേഷത്തിലെ 8-ാമത്തെ അധ്യായം 5 മുതൽ 13 വരെയുള്ള തിരുവചനം. ഈശോ നല്ലൊരു ന്യൂറോളജിസ്റ്റാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു സ്കിൻ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പൊ പറയണു ഈശോ നല്ലൊരു ന്യൂറോളജിസ്റ്റാണ്. ഈ തളർന്ന സഹോദരന്റെ ശരീരത്തിലെ നാഡീഞരമ്പുകൾക്കൊക്കെ ബലം വെച്ചു, ശരീരത്തിന്റെ അസ്ഥികൾക്ക് ബലം വെച്ചു, ആളുടെ ആ സംസാരത്തിന് ശേഷി തിരിച്ചു കിട്ടി. അങ്ങനെ ആള് ബസ്സിൽ കയറിപ്പോയി. പിന്നെ പല വ്യക്തികളോടും ക്ഷമിക്കാനും എല്ലാ ദിവസവും ബലിയർപ്പണത്തിന് പോകാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചു. ഹല്ലേലൂയ, യേശുവേ നന്ദി. മത്തായി 8-ാമത്തെ അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യത്തിൽ പറയാണ്, ശതാധിപന്റെ തളർവാദം പിടിപ്പെട്ട ഭൃത്യനെ ശതാധിപന്റെ വിശ്വാസം വഴി ഈശോ സുഖപ്പെടുത്തി. ഹല്ലേലൂയ. ശതാധിപന്റെ വിശ്വാസം നിമിത്തം, അതായത് രോഗീനെ ഈശോ കണ്ടിട്ടല്ല പറയണേ, ശതാധിപന്റെ വിശ്വാസം നിമിത്തമാണ് ഈശോ തന്റെ വചനം അയച്ച് ആ ശതാധിപന്റെ ഭവനത്തിൽ തളർന്നു കിടക്കുന്ന അദ്ദേഹത്തിന്റെ ഭൃത്യന്റെ രോഗം സൗഖ്യമാക്കിയത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഒരിക്കല് ഞങ്ങള് ഒരു ധ്യാനത്തില്, ഒല്ലൂര് നടക്കുന്ന ഒരു ധ്യാനത്തില് ഒരു തളർന്നു കിടക്കുന്ന ഒരു സഹോദരിനെ കൊണ്ടുവന്നു. അപ്പോൾ അവിടെ വരാനുണ്ടായ കാലം അതിനു മുമ്പ് എന്നെ ആ വീട്ടിലേക്കൊന്ന് വിളിച്ചിട്ട് ഈ തളർന്നു കിടക്കുന്ന സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിരുന്നു. ഈ സഹോദരി ഭയങ്കര തടിയാണ്, ഒരു 4 ആൾ എടുത്താലേ പൊന്തുള്ളൂ, അത്രമാത്രം തടിയുണ്ട്. അപ്പൊ ഇവരുടെ ഒരു വർക്ക്ഷോപ്പില് ഒരു ദിവസം ഒരു പൊതി കിട്ടുകയാണ് അവിടുത്തെ പണിക്കാരൻ ഒരു കുട്ടിക്ക്. ആ പൊതിയില് മുട്ടത്തൊണ്ട്, മഞ്ഞ ചരട്, ചെത്തിപ്പൂവ്, ഭസ്മം, അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടൊരു ചുവന്ന തുണിയിൽ പൊതിഞ്ഞിട്ട്
ഇവിടെ വർക്ക്ഷോപ്പിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇത് ഈ ചെക്കൻ വന്നപ്പോൾ കണ്ടു, തുറന്നു കഴിയപ്പോൾ ഇതെന്തോ കൂടോത്രം ചെയ്തതാണെന്നാണ് അവൻ നമ്മുടെ ക്രിസ്ത്യാനിയായ മുതലാളിയോട് പറയണം. അപ്പം അയാൾ പറഞ്ഞു അത് ഞാൻ ചാനലിലേക്ക് ഇട്ടു, അതൊന്നും കുഴപ്പമില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവൻ ചാനലിലേക്ക് ഇട്ടില്ല, അവൻ അതോട് മാറ്റി വെച്ചു. 5 മണിയായപ്പോൾ ആ വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് അവന് തുള്ളൽ വന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ തുള്ളിയിട്ട് കൽപ്പിക്കുകയാണ്, ഇതിന് പരിഹാരം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോകാം, പരിഹാരം ചെയ്യാനായിട്ട്. ഇതൊക്കെ പറഞ്ഞ് കണ്ടപ്പോൾ അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് കൂടെ പോയി. എന്നിട്ട് അവര് എന്തൊക്കെയോ 8 തകിട് കുപ്പിയിലാക്കി കൊടുത്തു. 4 എണ്ണം വീടിൻ്റെ ചുറ്റും വയ്ക്കണം, 4 എണ്ണം പറമ്പിൻ്റെ ചുറ്റും വയ്ക്കണം, 4 മൂലയിൽ. അങ്ങനെ വെച്ചാലാണ് ഈ പരിഹാരമാവുള്ളതെന്ന് പറഞ്ഞ് കുറച്ച് കാശും കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ അതുവരെ ഭാര്യയ്ക്ക് തകരാറില്ല കേട്ടോ. രാത്രി 12 മണിക്ക് വസ്ത്രമില്ലാതെ ലൈറ്റില്ലാതെ പോയിട്ട് വേണം ഇത് വെച്ചാലേ ഫലം ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 12:45 ഭാര്യ പറഞ്ഞു, ചേട്ടാ ഡ്രസ്സൊക്കെ ഊരി. അയാൾ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കണേ. അതിനെ വസ്ത്രമൊക്കെ ഊരി ഇയാൾ വിത്തൗട്ടിൽ ഈ തകിട് കുപ്പിയിലാക്കിയുള്ള തകിട് കൈ പിടിച്ച് വീടിൻ്റെ 4 മൂലയ്ക്കൽ ഇളങ്ക് കുത്തി കുഴിച്ചിട്ടു. അതിനുശേഷം പറമ്പിൻ്റെ 4 മൂലയ്ക്കലും കുഴിച്ചിട്ടു വന്നു, ഡ്രസ്സ് ഇട്ടു, ലൈറ്റ് ഇട്ടു. അന്ന് രാത്രി കിടന്നുറങ്ങി, 2 പേരും ഒരുമിച്ച് കട്ടിൽമ കിടന്നുറങ്ങി. നേരം നമുക്ക് 5 മണിക്ക് സാധാരണ ഭാര്യ എൻ്റെ ചായ വെച്ച് കൊടുക്കാറുണ്ട്, കട്ടൻ ചായ. ഇവിടെ എണീക്കണില്ല. അപ്പോൾ ഈ ചേട്ടൻ എണീറ്റിട്ട് കാപ്പി എന്തെങ്കിലും വെക്കേ. അപ്പോൾ അവള് തളർന്നു പോയി, അവളുടെ ഈ സൈഡ് കോടിപ്പോയി, ഒരു വശം മൊത്തം തളർന്നു. അന്ന് രാത്രി വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പം എന്താണ്ടായി, ആ വീടിനും ആ പറമ്പിനും ചുറ്റും പിശാചിൻ്റെ കാവൽക്കാരായി. പിശാച് മനുഷ്യന്റെ ഉള്ളിൽ വരുന്നത് കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനുമാണ്. എന്നാൽ ഈശോ വരുന്നത് നമുക്ക് ജീവൻ തരാനും അത് സമൃദ്ധമായി തരാനും വേണ്ടിയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അങ്ങനെ തളർന്നു കിടക്കുമ്പോഴാണ് ആരോ പറഞ്ഞിട്ട് എന്നെ കാണാൻ വന്ന് ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു. അപ്പം ഞാൻ കണ്ടപ്പോൾ ഈ സഹോദരി ഭയങ്കര തടിയുള്ളതാണ്, സംസാരിക്കാൻ പറ്റുന്നില്ല. ഇതിനെ പൊന്തിക്കാനും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. അങ്ങനെ ഞാൻ അവരോട് പറയാണ് ധ്യാനത്തിന് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അവളെന്നോട് ചോദിക്കുക, അവളുടെ ഭർത്താവ്, എങ്ങനെയാണ് ഞങ്ങൾ ഈ മുതലിനെ ധ്യാനത്തിന് കൊണ്ടുവരിക? അതൊക്കെ നിങ്ങൾ വല്ല ഓട്ടോറിക്ഷയിൽ എടുത്ത് കയറ്റുകയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ കൊണ്ടുവരേ. അവിടെ ഇറക്കിയിട്ട് കൊണ്ടുപോയി കിടത്താനും ഇരുത്താനൊക്കെ നമുക്ക് ആൾക്കാരുണ്ട്. അങ്ങനെ 4 ദിവസം പ്രിയപ്പെട്ടവരെ ഇവരെ കസേരയിൽ ഇരുത്തിയിട്ട് ധ്യാനത്തിന് കൊണ്ടുവന്നു. ധ്യാനം കഴിയുമ്പോൾ കസേരയിൽ ഇരുത്തിയിട്ട് ഓട്ടോറിക്ഷയിൽ കൊണ്ടാക്കും, അവർ കൊണ്ടുപോകും. അങ്ങനെ 4 ദിവസം കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ. 5-ാമത്തെ ദിവസം അവസാന കൈവപ്രാർത്ഥന സമയത്ത്, ആരാധന സമയത്ത് ദൈവം ഈ മകളുടെ ആ തളർന്ന അവയവങ്ങളെ ബലപ്പെടുത്തി അവൾ എഴുന്നേൽക്കുകയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ തളർവാദ രോഗികളെ സൗഖ്യപ്പെടുത്താൻ കർത്താവിന് അധികം നേരമൊന്നും വേണ്ട. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന പറയണേ. അപ്പൊ ഈ സഹോദരിക്ക് കുമ്പസാരവും കൗൺസിലിംഗും ഒക്കെ ഞങ്ങൾ ആ കിടക്കുന്ന കട്ടിലിന്റെ അടുത്ത് കൊണ്ടുപോയി ചെയ്തു കൊടുത്താണ്. പക്ഷെ ദൈവം ആ മകളോട് കരുണ കാണിച്ചു, അവളുടെ പാപങ്ങൾ ക്ഷമിച്ചു. കർത്താവ് തളർവാദ രോഗിയോട് പറയുന്നുണ്ടല്ലോ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് പോവുക. അത് തന്നെയാണ് ആ ധ്യാനത്തിൽ സംഭവിച്ചത്. ജോസ് ബ്രദർ സൗഖ്യപ്പെടുത്തുമെന്ന് ഞാൻ പറയില്ല, കാരണം എല്ലാ മഹത്വവും യേശു ക്രിസ്തുവിനാണ്. ആ തളർന്ന സഹോദരിക്ക് പരിപൂർണ സൗഖ്യം കർത്താവായ ഈശോ നൽകി. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഈശോയെ നന്ദി. ഒരിക്കലേ മത്തായിയുടെ സുവിശേഷത്തിലെ 9-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യം, ഈശോ വീട്ടിലെ സുവിശേഷം പറഞ്ഞ് രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കാം. അനേകർ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 4 പേര് ചേർന്ന് കട്ടിലോടുകൂടെ ഒരു തളർവാദ രോഗിയെ ഈശോയുടെ പക്കലേക്ക് കൊണ്ടുവന്നിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ ചെയ്ത കഷ്ടപ്പാട്, അവര് വീടിൻ്റെ മേൽക്കൂരയുടെ മുകളിലേക്ക് കയറി. അതൊക്കെ ഭയാനകമാണ്. കയറിയിട്ട് ഓട് പൊളിച്ചു മാറ്റി. അത് നമ്മൾ ഉത്തരം എന്നൊക്കെ പറയില്ലേ, കഴുക്കോല്, പട്ടിക, അതൊക്കെ മുറിച്ചു മാറ്റി. എന്നിട്ട് ഈ കട്ടിലോട് കൂടി ഈ തളർവാദ രോഗിയെ ഈശോയുടെ മുന്നിലേക്ക് ഇറക്കി കൊടുക്കുകയാണ്.
അനേകരിത് കണ്ടു നിൽക്കുക. ഒന്ന് ഓർത്തു നോക്കിയേ, ആ കൊണ്ടുവന്നവരുടെ തീഷ്ണത, ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം. തളർവാദയ്ക്ക് വിശ്വാസമില്ല, തീഷ്ണതയില്ല, ആള് വീക്കായി, കൈയും കാലൊക്കെ തളർന്നു പോയി. അങ്ങനെ അവർ ഇയാളെ നിലത്ത് വീഴാതെ പെരയുടെ മുകളിലേക്ക് കയറ്റി അവിടുന്ന് ഓട് പൊളിച്ച് താഴേക്ക് ഈശോയുടെ മുന്നിലേക്ക് ഇറങ്ങിയപ്പോ മോളിൽ നിന്ന് അവരിരുന്നിട്ട് പറയണം, ഒന്നും നോക്ക് ഈശോയെന്ന്, ഈ തളർവാദ രോഗി ഒന്നും നോക്കാൻ. അപ്പൊ ഈശോ മുകളിലേക്ക് നോക്കിയപ്പോ 4 പേരും ഭയങ്കര തീഷ്ണമതികളായിട്ട് ഈ രോഗിയെ ഒന്നും നോക്കിയൊന്നും സുഖപ്പെടുത്തുമെന്ന് പറയാണ്. കർത്താവ് അവരോട് പറയാണ്, കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട്, തളർവാദ രോഗിയുടെ വിശ്വാസമല്ല, ഇവനെ ഇത്രയും ദൂരം കൊണ്ടുവന്നിട്ട് എൻ്റെ വീട് പൊളിച്ച് എൻ്റെ മേൽക്കൂര പൊളിച്ച് താഴേക്ക് ഇറക്കി, ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് ഈശോ തളർവാദ രോഗിയോട് പറയുന്നുണ്ട്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് ഭവനത്തിലേക്ക് പോവുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു സംഭവം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഭാര്യ ആദ്യകാലത്ത് 1 മുതൽ 4 വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിരുന്നു. അതിൽ ഒരു ആൺകുട്ടി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളത് തന്നെയാണ്. അപ്പോൾ ആൺകുട്ടി വന്നു കഴിഞ്ഞാൽ അവൻ അകത്തൂടെ ഓടും, മാവുമ്മ കയറും, പേരമ്മ കയറും, പേരക്കായ പൊട്ടിക്കും, അങ്ങനെ ഒരു ബഹളക്കാരനാണ്. ഒരു ദിവസം അവനൊരു പനി പിടിപെട്ടിട്ട് ജൂബിലിയിൽ അഡ്മിറ്റായി. ഒരു 2 മാസത്തോളം ജൂബിലിയിൽ കിടന്നു. അപ്പോൾ അവൻ്റെ അമ്മയും അമ്മാമ്മയൊക്കെ എൻ്റെ ധ്യാനം പങ്കെടുത്തുള്ളതാണ്. അമ്മാമ്മ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകൻ്റെ കുട്ടി അവന് കാല് തളർന്നു, കാല് പോളിയോ ബാധിച്ചു എന്ന് പറഞ്ഞു. വണ്ണം കുറഞ്ഞു, 1 ഇഞ്ച് കുറയും ചെയ്തു നീളം. അപ്പോൾ ജോസ് ബ്രദർ വന്നൊന്ന് പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വരാം, എനിക്ക് തിരക്കുണ്ട്, എപ്പോഴാ സൗകര്യം തന്നെ വരാമെന്നും പറഞ്ഞ് ഞാൻ പോയി. ഒരു ദിവസം ധ്യാനം കഴിഞ്ഞ് വരികയാണ്. അപ്പം എൻ്റെ മനസ്സിൽ ഈശോ പറയുന്ന സ്വരം കേൾക്കുകയാണ് എനിക്ക്, നീ പോയിട്ട് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിൻ്റെ വീടിൻ്റെ അടുത്തുള്ള പോളിയോ ബാധിച്ച കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഉടനെ ഞാൻ വീട്ടിൽ എത്തി എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നിൻ്റെ ട്യൂഷൻ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകണം, നീ വരുന്നു എന്ന് ചോദിച്ചു. അന്ന് ഞാനുണ്ട്, ഞങ്ങൾ 2 പേരും ബൈക്കുമ്മേ അവർ വീട്ടിൽ ചെല്ലുകയാണ്. ആ വീട്ടിൽ ചെന്നപ്പോൾ ഇവൻ ഗ്രില്ലുമ്മ പിടിച്ചിട്ട് ഇടത് കാല് നിലത്ത് കുത്തി വലത് കാല് ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുക. അപ്പോൾ അവൻ്റെ കാലിൻ്റെ അടിവശം മുകളിലേക്കായി, മുകൾ വശം അടിയിലേക്കായി. അപ്പോൾ അവനത് കാല് നിലത്ത് കുത്താൻ ഭയങ്കര വേദനയാണ്. അപ്പോൾ ഇവൻ ഇത് പിടിച്ചിട്ട് നിൽക്കുക. അവൻ്റെ താഴെ ഒരു ആൺകുട്ടിയുണ്ട്. അപ്പോൾ അവൻ ഞങ്ങളെ കണ്ടപ്പോൾ, ഞങ്ങൾ അറിയാവുന്നവരാണ്, വാതിൽ തുറന്നു വന്നു, അമ്മാമ്മയൊക്കെ വന്നു, അമ്മയും വന്നു. ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞാൻ അവൻ്റെ കാക്കിൽ മുട്ടുകുത്തി. അമ്മാമ്മോട് ഞാൻ ചോദിച്ചു, എന്തെങ്കിലും വല്ല എണ്ണയുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണയൊക്കെ കഴിഞ്ഞു, അതുപോലെ വേളാങ്കണ്ണിയിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണയും കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, ഏതെങ്കിലും ഒരു തൈലം പോലെ. അപ്പോൾ കൊട്ടൻ ചുക്കാതി ഉണ്ട്, അത് മതിയെന്ന് ചോദിച്ചു. എന്തെങ്കിലും കൊണ്ട ഒരു തൈലം ഒന്ന് ഒഴിയാൻ വേണ്ടിയിട്ട്. കൊട്ടൻ ചുക്കാതി 10 രൂപയ്ക്ക് ചെറിയൊരു കുപ്പി കിട്ടും. അത് തന്നിട്ട് കയ്യിലൊഴിച്ചിട്ട് ഞാൻ മുട്ടുകുത്തിയിട്ട് അവൻ്റെ മുട്ടുകാല് തൊട്ട് തള്ളവിരൽ വരെ ഇങ്ങനെ യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഒഴിഞ്ഞു. അപ്പം എൻ്റെ ഭാര്യയുണ്ട്, ആ കുട്ടിയുടെ അമ്മയുണ്ട്, അമ്മാമ്മയുണ്ട്, അവൻ്റെ താഴെയുള്ളൊരു അനിയൻ കുട്ടിയുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഒഴിഞ്ഞിട്ട് വിരലൊക്കെ ഒന്ന് പൊട്ടിച്ച് ഞാൻ പറഞ്ഞു, മോനെ നീ ആ പിടി വിട്ടിട്ട് നടക്കാൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മകൻ ആ ഗ്രില്ലുമത്തെ പിടി വിട്ടിട്ട് ഈ ഇടത് കാല് കുത്തിയിട്ട് നിൽക്കണം, വലത് കാല് നിലത്ത് വെക്കുകയാണ്. അപ്പോൾ ഒരു 5-6 ഇഞ്ച് ഉയർത്തിയിട്ടാണ് ഈ വലത് കാല് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. ഈ നിലത്ത് മുട്ടുന്ന സമയത്തിൻ്റെ ഉള്ളിൽ ഈ കാൽപാദം, ഈ ഈ മോൾവശം അടിയിലേക്കും ഈ വെള്ളഭാഗം മുകളിലേക്കായിട്ട് നിന്നിരുന്ന കാൽപാദം കിടുകിടുകിടുന്ന് തിരിഞ്ഞ് ഈ പാദം ശരിക്കും നിലത്ത് ചവിട്ടാൻ സാധിച്ചു. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഞാൻ വാവിട്ട് കരഞ്ഞു പോയൊരു കാര്യമാണ്. എൻ്റെ കൺമുമ്പിൽ ധ്യാനത്തിൽ പലതും നടന്നിട്ടുണ്ട്. ഞാൻ മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഈ കുഞ്ഞിൻ്റെ കാൽപാദം നിവർന്ന് കാല് ശരിക്കും നിലത്ത് വെക്കാനായിട്ട് കർത്താവ് ഇടയാക്കി. കരങ്ങളുയർത്തി പറയാം, ഹല്ലേലൂയ, യേശുവേ നന്ദി. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളുടെ ശാരീരികമായ എല്ലാവിധ അവയവങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും രോഗപീഠകൾ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ഞങ്ങളിൽ ഉണ്ടെങ്കിൽ, കർത്താവായ ഈശോയെ, നീ എല്ലാം അറിയുന്നവനാണ്, ഹൃദയം പരിശോധിക്കുന്നവനാണ്. അവിടുത്തെ വചനം അയച്ച് ഞങ്ങളെ സൗഖ്യമാക്കണമേ. ഈ വചനം ശ്രവിച്ച എല്ലാ മക്കളെയും കർത്താവ് സൗഖ്യപ്പെടുത്തട്ടെ. പരിശുദ്ധമ്മേ, ഈ മക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മാധ്യസ്ഥം വച്ച് പ്രാർത്ഥിക്കണമേ. അവരുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കാനും
അവരെ ദൈവമായിട്ട് രമ്യതപ്പെടാനും വേണ്ട വലിയ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഓരോ മക്കൾക്കും ഉണ്ടാകുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.